Hi, my dear students. We will discuss 10th class SCRT textbook chapter 4 second degree equations. രണ്ടാം പ്രതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ സമവാക്യങ്ങൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വേണമെങ്കിൽ ഈ ചാപ്റ്ററിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? നമുക്ക് ചില കണ്ടീഷൻസ് ആയിരുന്നു പ്രോബ്ലംസിൽ തന്നിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് നമുക്ക് അറിയാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ന്നോ വൈന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക ചെയ്തത് അല്ലെ. പൊതുവായിട്ട് നമ്മൾ എക്സ് ആണ് എടുക്കാറുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ എക്സിന്റെ വാല്യൂ അതിൽ നിന്നും കണ്ടെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലും ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഇതേപോലെ തന്നെ ചില കണ്ടീഷൻസ് തരും. അതനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുക്കും. അത് തന്നെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണും. അപ്പോ അവിടെ നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോയി. ഇവിടെ അത് സിമ്പിൾ തന്നെയാണ്. ഇവിടെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ്? a into x square plus bx plus c equal to 0 എന്ന രീതിയിൽ കാണുന്ന ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അതായത് ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും അത് എന്താണ്? ആർ കോൺസ്റ്റന്റ് ടേമുകൾ, സ്ഥിരസംഖ്യകളാണെന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇതിന്റെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുക. ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ്, എക്സിന്റെ പവർ, എക്സിന്റെ കൃതി ഏറ്റവും വലുതായിട്ട് വന്നിരിക്കുന്നത് എത്രയാണ്? ഇവിടെ 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? സി ഇൻറ്റു എക്സ് റൈസ് ടു 0 ആണ് ശരിക്കും. എക്സ് റൈസ് ടു 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണല്ലോ. ഏതൊരു സംഖ്യയുടെ പവർ 0 ആണെങ്കിൽ 1 ആണ്. അതായത് എക്സ് റൈസ് ടു സി ഇൻറ്റു എക്സ് റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 1 ആണ്. അതുകൊണ്ടാണ് അവിടെ സി എന്ന് വന്നിട്ടുള്ളത്. അതിലേക്കൊന്നും പോകണ്ട. എന്തായാലും ഇവിടെ എക്സിന്റെ പവർ ഏറ്റവും വലുത് എത്രയാണ്? ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എത്രയാണെന്നാണ് നമ്മൾ നോക്കുക. ഇവിടെ 2 ആണ് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ നമ്മൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റുകളായിരിക്കും. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ല, നമ്മൾ സാധാരണ നമ്പേഴ്സ്, ചിലപ്പോൾ അത് നെഗറ്റീവ് നമ്പേഴ്സ് ആകാം, ചിലപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് ആകാം, ഫ്രാക്ഷൻസ് വരാം, എന്ത് വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3x² - 2x + 1 = 0. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. കാരണം എന്താണ്? ഇതിന്റെ എക്സിന്റെ പവേഴ്സ് നോക്കുക. അത് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എത്രയാണ്? 2 ആണ് അല്ലെ. 2 വന്നിട്ടുണ്ട്, ഇവിടെ 1 വന്നിട്ടുണ്ട്, ഇവിടെ x റൈസ് ടു 0 ആണ്. അപ്പൊ ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ്, എക്സിന്റെ പവർ ഏറ്റവും വലുത് എത്രയാണ് വന്നിട്ടുള്ളത്? 2 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇനി നോക്കിയേ, 5 × x³ - 2x + 1 = 0. ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്. x³ ആണെങ്കിൽ ഇത് സെക്കൻഡ് ഡിഗ്രി അല്ല, തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. കാരണം ഹയസ്റ്റ് പവർ ഓഫ് എക്സ് 3 ആണ് വന്നത്. അപ്പൊ ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ എക്സാമ്പിൾ അല്ല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -5x² + 1 = 0. ഇത് സെക്കൻഡ് ഡിഗ്രി ആണോ? സെക്കൻഡ് ഡിഗ്രി ആണ്. കാരണം എക്സിന്റെ പവർ നോക്കുക, ഇവിടെ എക്സിന്റെ പവർ 2 ആണ്, ഇവിടെ എക്സിന്റെ പവർ 0 ആണ്. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 2 ആണ് അല്ലെ. വലിയ സംഖ്യ, ഏറ്റവും വലിയ കൃതി വന്നിട്ടുള്ളത് 2 ആണ്. അപ്പൊ ഇതൊരു സെക്കൻഡ് ഡിഗ്രിയിലെ ഇക്വേഷൻ ആണ്. ഇവിടെ എക്സ് മാത്രമായിട്ടുള്ള ടേം 0 ആണെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കണ്ട. എക്സിന്റെ പവേഴ്സ് നോക്കുക, അതിൽ ഏറ്റവും വലുതിന്റെ ഡിഗ്രി എത്രയാണ്, വലുത് എത്രയാണ് വരുന്നത്? 2 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ അത്രയും. ഇനി ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പൊ അത് അറിയുന്നതിന് മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. കുറച്ച് ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഏതാണ്? ഒരു 5 ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? a + b × c + d ഈക്വൽ ടു എന്താണ്? a + b × c + d എന്ന് പറയുമ്പോൾ a × c + a × d + b × c + b × d അല്ലെ. a കൊണ്ട് ആദ്യം c-നെയും d-നെയും ഗുണിച്ചു, പിന്നെ b കൊണ്ട് c-നെയും d-നെയും ഗുണിച്ചു അല്ലെ. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ അടുത്തത് a + b × a + c ഈക്വൽ ടു എന്താണ്?
അതായത് ഫസ്റ്റ് ടേംസ് സെയിം ആണ്, സെക്കൻഡ് ടേമുകൾ മാത്രം ഡിഫറെന്റ് ആയിട്ട് രണ്ട് ബ്രാക്കറ്റിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ബി സി അല്ലെ. ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ പ്ലസ് ബി പ്ലസ് സി, സെക്കൻഡ് ടേമുകളുടെ സമ്മിനെ എ കൊണ്ട് ഗുണിച്ചത് പ്ലസ് സെക്കൻഡ് ടേമുകളുടെ ഗുണനം. ഇനി അതേപോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇതേപോലെ തന്നെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുക. ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആണ്, മൈനസ് ആകുമ്പോൾ ഇതിന്റെ നടുവത്തെ ടേം മാത്രം മൈനസ്, വേറെ ഒരു ചേഞ്ചും വന്നിട്ടില്ല. എ സ്ക്വയർ ബി സ്ക്വയർ ഒക്കെ പോസിറ്റീവ് തന്നെ, നടുവത്തെ ടേം മാത്രം മൈനസ് ആയിട്ട് വരും. അപ്പൊ അത് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ മൈനസ് ബി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്തതിന്റെ പ്രത്യേകത, രണ്ട് ടേംസ് സെയിം ആണ്, ഒന്ന് പ്ലസ് ആണ് ഒന്ന് മൈനസ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം സ്ക്വയർ മൈനസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ. അപ്പൊ ഈ 5 ഐഡന്റിറ്റീസ് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ മിക്കവാറും അതിന്റെ ഉള്ളിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതലും അത് നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫോമുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതധികം വരാറില്ല, കൂടുതലും ഇതായിരിക്കും വരും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആയതുകൊണ്ട് കൂടുതലും ഈ 4 ഇക്വേഷൻസ് ആണ്. 5 പഠിച്ചു വെക്കുക, എന്തായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫോമിൽ നിങ്ങളുടെ ഇക്വേഷൻസ് കിടക്കും. പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോമുകളിൽ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചുരുക്കിയിട്ട് ഈ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലേക്ക് മാറ്റി എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ ഇനി അതേപോലെ തന്നെ ഇതൊന്നും അല്ലെങ്കിലും അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ വേറെ ഇക്വേഷനും കൂടെ ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ പറയാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഇതിൽ നിന്നും എക്സ് കണ്ടെത്താനുള്ള വഴി എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഇങ്ങനൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതും നിങ്ങൾ എന്തായാലും കാണാപ്പടം പഠിക്കുക വേണം. ഏത് ഉറപ്പത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എളുപ്പമാണ്. എന്താണ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മുടെ പ്രോബ്ലത്തിന്റെ ഇടയിൽ കയറി വന്നാലും അത് സോൾവ് ചെയ്തിട്ട് അതിൽ നിന്നും എക്സ് കാണാനായിട്ട് പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലെ ബി എ സി എന്നൊക്കെ ഉള്ള സ്ഥാനത്ത് ഇതിൽ വരുന്ന ടേംസ് കൊടുക്കുക. അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പ്രോബ്ലത്തിൽ ഈ ബിയും എയും സിയും ഒക്കെ എന്തായിരിക്കും, നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ആ നമ്പേഴ്സിലേക്ക് ഇതിലേക്ക് എടുത്തെഴുതേണ്ടതായിട്ട് വരും. ഒക്കെ കൂടിയിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. പേജ് 81 ഫസ്റ്റ് പ്രോബ്ലം ആണ്. When each side of a square was reduced by 2 meter, the area became 49 meter square. What was the length of a side of the original square? നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഒരു സ്ക്വയർ അതിന്റെ ഓരോ സൈഡും അത് നമ്മൾ 2 മീറ്റർ കുറച്ചപ്പോ എന്ത് കിട്ടി, പുതിയ ഒരു സ്ക്വയർ കിട്ടി. അതിന്റെ ഏരിയ 49 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡുകളുടെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ, അതാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ അത് നമുക്ക് കണ്ടെത്താനായിട്ട് നമ്മൾ കൊടുക്കും, എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കും. ആദ്യത്തെ സ്ക്വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സൈഡ് ലെങ്ത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കും. ഇനി ഈ ആദ്യത്തെ സ്ക്വയറിന്റെ ഓരോ സൈഡിൽ നിന്നും 2 മീറ്റർ കുറച്ചിട്ടാണ് പുതിയ സ്ക്വയർ ഉണ്ടാക്കിയിട്ടുള്ളത്. പറയാമല്ലോ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സിൽ നിന്നും 2 കുറച്ചത് എന്ന് പറയുമ്പോൾ എന്ത് വരും, എക്സ് മൈനസ് 2 എന്ന് വരും. അപ്പൊ ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, ഏരിയ ഓഫ് സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലെ. രണ്ടാമത് 2 മീറ്റർ കുറച്ചപ്പോ കിട്ടിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയെന്ന് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, 49 അല്ലേ, 49 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് അത് എഴുതി വെക്കാം. ഇനി സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, സൈഡ് സ്ക്വയർ ആണ് അല്ലെ. സൈഡ് സ്ക്വയർ ഈക്വൽ ടു 49 എന്ന് കിട്ടി. ഇവിടെ സെക്കൻഡ് സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്, എക്സ് മൈനസ് 2 ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49 ആണെന്ന് കിട്ടി. ഇനി ഇതിൽ നിന്നും സ്ക്വയർ അപ്പുറത്തേക്ക് കളയാലോ, ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് 49 ഈക്വൽ ടു എത്രയാണ് 7. ഇനി എക്സ് മൈനസ് 2 ഈക്വൽ ടു 7 കിട്ടി. ഇനി -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ
7 ഇവിടെ ഉണ്ട്, -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 ആവും. x = 9 എന്ന് കിട്ടി. x എന്താണ്? ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ. ലെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതണം, അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ = x എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ x 9 ആണ് കിട്ടി. അപ്പൊ നമുക്ക് പറയാം therefore length of the side of first square = 9 meter. മീറ്റർ സ്ക്വയറിലല്ലേ ഏരിയ വന്നിട്ടുള്ളത്, അപ്പൊ നമ്മുടെ യൂണിറ്റ് മീറ്ററിൽ തന്നെ എഴുതാം. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter വൈഡ് പാത്ത് ഓൾ അറൌണ്ട് ഇറ്റ്. നമുക്കൊരു സ്ക്വയറിലുള്ള ഒരു ഗ്രൗണ്ട്, ഒരു മൈതാനം, അതിന്റെ ഷേപ്പ് എന്താ പറഞ്ഞുള്ളത്? സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 meter വൈഡ് ഉള്ള ഒരു പാത്തുകളുണ്ട്, അതായത് 4 വശത്തത്. ഇത് ഒരു സ്ക്വയർ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 4 വശങ്ങളിൽ 2 meter വിട്ടില് ഓരോ വഴികളും ഉണ്ട് എന്ന് പറഞ്ഞു. 4 വശങ്ങളിലും അത് 2 meter വിട്ടില് ഉള്ള ഒരു പാതയുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ദ പാത്ത് ഈസ് 1225 meter സ്ക്വയർ. അതായത് നമ്മുടെ ഗ്രൗണ്ടിന്റെയും പാത്തിന്റെയും, ഇത് ഗ്രൗണ്ട് ആണ്, ഇത് അതിന്റെ പാത്താണ്. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള മൊത്തം പരപ്പളവ്, മൊത്തമുള്ള ഏരിയ എന്ന് പറയുന്നത് 1225 meter സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നു വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ. ഗ്രൗണ്ട് മൈതാനത്തിന് മാത്രമായിട്ടുള്ള പരപ്പളവ് ഇത് മാത്രം എത്രയെന്നാണ്, ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ഗ്രൗണ്ട്, ഇത് പാത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പരപ്പളവാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മൊത്തം, ഇത് ഫുള്ള് ഉള്ളത്, ഫുള്ള് എത്രയെന്ന് പറഞ്ഞത് 1225. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ മാത്രം ഏരിയയാണ് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഇതിന്റെ ഏരിയ അല്ലേ കാണേണ്ടത്. അപ്പൊ ആദ്യം ഇതിന്റെ സൈഡിനെ, അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? സൈഡ് സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ, സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് കാണാനുള്ള ഫോർമുല സൈഡ് സ്ക്വയർ, വശത്തിന്റെ സ്ക്വയർ എടുക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഇതിന്റെ ഒരു സൈഡ് നമ്മൾ x ആണെന്ന് വിചാരിക്കുക. നമുക്കറിയില്ലല്ലോ, അപ്പൊ നമ്മൾ x എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൗണ്ട് പാത്ത് അടങ്ങുന്ന ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ഇതിന്റെ പാത എത്ര വിഡ്ത്ത് ആണെന്ന് പറയുന്നത്? 2 meter ആണ് ഈ പാതയുടെ വിഡ്ത്ത്. എല്ലാ വശങ്ങളിലും 2 meter, അതായത് ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 meter ആണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസും 2 meter ആണ്. ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസും 2 meter ആണ്. ഇവിടെ നിങ്ങൾക്കുള്ള ഡിസ്റ്റൻസും 2 meter തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ x ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്രൗണ്ടിന്റെ മാത്രം സൈഡ് ലെങ്ത് ആണ് ഇത്. അത് x ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എത്രയായിരിക്കും? x പ്ലസ് ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്കുള്ള ലെങ്ത് 2 ആണ്, ഇവിടെ നിങ്ങൾക്കുള്ള ലെങ്ത് 2 ആണ്. അപ്പൊ 2 + 2 4, x + 4 ആയിരിക്കില്ലേ ഇതിന്റെ മൊത്തം ലെങ്ത് വരിക. അപ്പൊ അതങ്ങനെ, അപ്പൊ നമ്മൾ അതൊക്കെ എടുത്ത് എഴുതും. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഗ്രൗണ്ട് ഈസ് = x എന്ന് എഴുതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഗ്രൗണ്ട് ആൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത് എന്ന് പറയുന്നത് = എന്താണ്? x + 4 എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി നമുക്ക് ഏരിയ ഓഫ് ഗ്രൗണ്ട് ആൻഡ് പാത്ത് 1225 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്ക് മാറാം. നമുക്കറിയാം സ്ക്വയർ ആണ് ഇതിന്റെ ഷേപ്പ് അല്ലെ, ഉള്ളിലുള്ളത് സ്ക്വയർ ആണ്, അതിന്റെ ചുറ്റോറം 2 meter ആണ് പാത വരുന്നത്. അപ്പൊ എന്തായാലും ഇതും അത് സ്ക്വയർ തന്നെ ആയിരിക്കും. അപ്പൊ സൈഡ് സ്ക്വയർ ആണ് ഏരിയ കാണാനുള്ള ഫോർമുല, അത് 1225 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സൈഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? നമ്മൾ x എന്ന് പറയുന്നതും x + 4 ആയിട്ടാണ് എടുത്തത്. ഗ്രൗണ്ട് ആൻഡ് പാത്തിന്റെ സൈഡ് എത്രയാണ്? x + 4 ആണ്. അപ്പൊ നമുക്ക് എഴുതാം x + 4 ഹോൾ സ്ക്വയർ = 1225. x + 4 എന്താണ്? സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ √1225. റൂട്ട് കാണാൻ അറിയാലോ, എങ്ങനെ ചെയ്യണം? 1225 എന്ന് പറയുമ്പോൾ നോക്കുക, ഇത് 5 പോകും. 5 എത്ര പ്രാവശ്യമാണ്? ഇവിടെ 2 പ്രാവശ്യം 10 ആണ്, ബാക്കി 2 ഉണ്ട്. 22 4 പ്രാവശ്യം, ബാക്കി 2 ഉണ്ട്. 4 5 20 ആണ്. 22 ബാക്കി 2 ഉണ്ട്. 25 5 5 പ്രാവശ്യം. വീണ്ടും 5 കൊണ്ട് ഹരിക്കാം. 24 4 പ്രാവശ്യമാണ്. 4 5 20, ബാലൻസ് 4. 9 ടൈംസ് 49 എന്ന് പറയുന്നത് എന്താണ്? 7ന്റെ സ്ക്വയർ ആണ്. 7 ടൈംസ് പോകും. 7 × 7 ആണ് 49. അപ്പൊ നമുക്ക് കിട്ടി 1225 എന്ന് പറയുന്നതിനെ മാറ്റിയിട്ട് നമുക്ക് 5 × 5 × 7 × 7 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ √1
25 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ഈ റൂട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണമുള്ള ടേംസിനൊക്കെ പകരം നമുക്ക് റൂട്ടിന്റെ പുറത്തേക്ക് ഒന്നിനെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 2 അഞ്ചുകളുണ്ട്. അപ്പോ അതിന് പകരം റൂട്ട് കളഞ്ഞിട്ട് 5 എഴുതാം. 2 7 അപ്പോ 7 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ 5 7 35. റൂട്ട് 1225 എന്ന് പറയുന്നത് 35 ആണെന്ന് മനസ്സിലായി. അപ്പൊ എക്സ് പ്ലസ് 4 ആണ് 35. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 35 പ്ലസ് 4 പുറത്തേക്ക് പോകുമ്പോൾ -4 എത്ര വരിക? 31. നമുക്ക് കിട്ടി എക്സ് എന്ന് പറയുന്നത് 31 ആണ്. അതായത് സൈഡ് ഓഫ് ഗ്രൗണ്ടിന്റെ സൈഡ് എത്രയാണ്? 31 ആണെന്ന് കിട്ടി. ഇനി എന്താ നമുക്ക് ചോദിച്ചിട്ടുള്ളത്? ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എഴുതുക സൈഡ് ഓഫ് ഗ്രൗണ്ട് ഈക്വൽ ടു 31 മീറ്റർ അല്ലെ? മീറ്റർ സ്ക്വയറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സൈഡ് ആകുമ്പോൾ മീറ്റർ മതി. അപ്പൊ 31 മീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ ഇനി അടുത്ത് എന്ത് എഴുതണം? ഏരിയ ഓഫ് ഗ്രൗണ്ട് ആണ് നമുക്ക് കാണേണ്ടത്. വീണ്ടും സൈഡ് സ്ക്വയർ ആണ് ഇക്വേഷൻ. കാരണം എന്താണ്? സ്ക്വയർ തന്നെയാണ്. സൈഡ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 31 ആണ്. 31 സ്ക്വയർ. 31 × 31 ചെയ്ത് നോക്കിയാല് നിങ്ങൾക്ക് 961 വരും കേട്ടോ. 961 മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ നമുക്ക് ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് ഗ്രൗണ്ട് 961 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The square of a term in an arithmetic sequence 2, 5, 8, etc. is 2500. What is its position? നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 2, 5, 8, etc. എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു പദം ഇതിങ്ങനെ നീണ്ടുപോയി ഏതോ ഒരു പദം അതിന്റെ സ്ക്വയർ 2500 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണ നമുക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് എക്സ് എന്നൊക്കെ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചുള്ള ഫോർമുലയുടെ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് അറിയില്ല അടുത്ത ടേം nth പൊസിഷനിലുള്ള ഒരു ടേമിന്റെ സ്ക്വയർ ആണ് 2500 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, ഇതിങ്ങനെ നീണ്ടു പോയി ഒരു എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ആ എക്സ് എൻ എക്സ് എൻ എന്ന് പറയുന്നത് സാധാരണ nth പൊസിഷനിലുള്ള ടേമിനെയാണല്ലോ. അപ്പൊ nth ടേമിന് നമ്മൾ കൊടുക്കാറുള്ള ഒരു ഇക്വേഷൻ ആണ്, ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് എക്സ് എൻ അല്ലെ? എക്സ് എൻ ആണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അപ്പൊ നമ്മൾ പറയാണ് ഈ എക്സ് എന്നിന്റെ സ്ക്വയർ ആണ് 2500. നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എക്സ് കൊടുക്കുന്നതിന് പകരം nth പൊസിഷനിൽ കിടക്കുന്ന ടേം, അതായത് nth ടേമിന്റെ സ്ക്വയർ അതാണ് 2500 എന്ന രീതിയിൽ നമ്മൾ എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ nth ടേമിനെ കാണാനായിട്ട് പറ്റുമല്ലോ. nth ടേം ഈക്വൽ ടു റൂട്ട് ഓഫ് 2500 ആയിരിക്കും. 2500ന്റെ റൂട്ട് എത്രയാണ്? 50 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയില്ലേ? എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാം. 25 ഇതിനെ നമുക്ക് വേണമെങ്കിൽ 25 × 100 എന്ന് മാറ്റി എഴുതാം. അപ്പോൾ റൂട്ടാണ് റൂട്ട് ഓഫ് 25 × 100. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 ആണ്. റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 5 × 10 50. ഈ രീതിയിൽ നമുക്ക് വേഗം കണ്ടെത്താൻ പറ്റും. അപ്പൊ എക്സ് എൻ ഈക്വൽ ടു 50 ആണ്. nth ടേം എക്സ് എന്ന് പറയുന്നത് nth ടേം ആണ്. nth ടേം ഈക്വൽ ടു 50. അത് കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? ഇതിന്റെ പൊസിഷൻ ആണ് കിട്ടേണ്ടത്. പൊസിഷൻ nth ടേമിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ nth പൊസിഷൻ, അതായത് എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എക്സ് എൻ കാണാനുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് എൻ ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 × ഡി ആണെന്ന് അറിയാം. എഫ് ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? n ആണ്, 2 ആണ്. 2 പ്ലസ് n മൈനസ് 1 × ഡി. ഡി എത്രയാണ്? കോമൺ ഡിഫറൻസ് 2. 2ൽ കൂടെ 3 കൂട്ടിയാലാണ് 5. 5ൽ കൂടെ 3 കൂട്ടിയാലാണ് 8. അപ്പൊ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പൊ ഡിക്ക് പകരം 3 കൊടുക്കുക. 2 പ്ലസ് എന്താ വരിക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 × n 3n. 3 × -1 -3. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? പ്ലസ് 3n 2 - 3 അല്ലെ? 2 - 3 എന്ന് പറയുമ്പോ -1. അപ്പൊ നമുക്ക് കിട്ടി 3n - 1 ആണ് എക്സ് എന്ന് മനസ്സിലായി. ഇവിടെ എക്സ് എൻ ഈക്വൽ ടു 50 നമുക്ക് കിട്ടി. എക്സ് എന്നിന് പകരം നമുക്ക് ഈ 3n - 1 ഇട്ട് കൊടുക്കാം. 3n - 1 ഈക്വൽ ടു 50 ആണ് കിട്ടി. ഇതിൽ നിന്നും 3n ഈക്വൽ ടു 50 പ്ലസ് 1 -1 പ്രത്യേകം വരുമ്പോൾ +1. അപ്പൊ നമുക്ക് കിട്ടി 51.
അപ്പൊ ഇനി ഇതിൽ നിന്ന് എന്നെ കാണാലോ, എങ്ങനെ ചെയ്യാ, n ഈക്വൽ ടു 3 ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇൻറ്റു 3 ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവൈഡഡ് ബൈ 3 ആവും. അപ്പൊ 51 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടി. 51 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 17. നമുക്ക് കിട്ടി n is equal to 17. ഇതെല്ലാം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് nth പൊസിഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഈ nth ടേമിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് n ആണ്. ആ n equal to 17 എന്ന് കിട്ടി. അപ്പോ അത്ര കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി നാലാമത്തെ ചോദ്യം 2000 rupees was deposited in which the interest was compounded annually. After 2 years, the amount in the account was 2205 rupees. What is the rate of interest? എന്താ പറഞ്ഞത്? 2000 rupees was deposited in which interest is compounded annually. അതായത് നമ്മൾ ഒരു 2000 രൂപ ഡെപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആനുവലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ആ ഒരു പദ്ധതിയിലാണ്, ആ ഒരു പോളിസിയിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ വർഷം കൂടുമ്പോഴും അത് എടുക്കും. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ എമൗണ്ട് എടുക്കുന്നത്, ഒരുമിച്ചുള്ളതാണ് കൊടുക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആകുമ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും അത് മാറ്റി പുതുക്കിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞത് 2000 rupees was deposited in which interest is compounded in annually ആയിട്ടുള്ളതാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് 2000 രൂപ ഇട്ടിട്ടുള്ളത് ആഫ്റ്റർ 2 years the amount in the അക്കൗണ്ടിലുള്ള പൈസ 2205 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ആ അക്കൗണ്ടിൽ 2205 rupees വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? എമൗണ്ട് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. അതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി വായിക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താണ്? I is equal to PNR ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ A is equal to ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പി ആയിട്ട് നമ്മൾ എടുക്കുക 2000 ആണ്. ഇവിടെ നമ്മൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ n നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് n എന്ന് പറയുന്നത്, അത് 2 ആണെന്ന് അറിയാം. ഇനി ആറാണ് നമുക്ക് കാണേണ്ടത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോ 2 വർഷം കഴിഞ്ഞപ്പോ ഈ എമൗണ്ട് എത്രയായിരുന്നു? 2205 അല്ലെ. 2205 rupees ആണ് 2 വർഷം കഴിഞ്ഞാലുള്ള പ്രൈസ്. 2205 is equal to P എന്നുള്ളത് നമ്മൾ 2000 ആണ്. ആദ്യം ഇട്ട തുകയാണ് P ആയിട്ട് നമ്മൾ എടുക്കുക. 1 പ്ലസ് ആറ് അതേപോലെ നമുക്ക് ആറാണ് കണ്ടെത്തുന്നത്, 6 അതേപോലെ തന്നെ വെച്ചു. n എത്രയാണ്? 2 ആണ്. 2205 നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 6 കണ്ടെത്തണം, ബാക്കിയുള്ളതിലേക്ക് മെല്ലെ മെല്ലെ പുറത്തേക്ക് കൊണ്ടുവരണം. ആദ്യം നമ്മൾ എടുത്തു കൊണ്ടേണ്ടത് ആരെയാണ്? ഈ 2000 വേണം. ഇത് ഇൻറ്റു ആണ്, ഇത് പുറത്തേക്ക് വരുമ്പോ ഡിവിഷൻ ആയിട്ട് വരും. അപ്പൊ 2205 ഡിവൈഡഡ് ബൈ 2000 ഈക്വൽ ടു 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇത് നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. ഇത് 2 5 പോകും അല്ലെ. 2 5 കളയുമ്പോ 22 5 4 പ്രാവശ്യം, ബാലൻസ് 2 20 4 ടൈംസ്, 5 1 ടൈംസ്, 5 5 1 ടൈംസ്, 2000 20 5 4 ടൈംസ് 0 0. അപ്പൊ നമുക്ക് കിട്ടി 441 ഡിവൈഡഡ് ബൈ 400 ഈക്വൽ ടു 1 പ്ലസ് ആർ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്നും 1 പ്ലസ് ആർ കാണാലോ, സ്ക്വയർ പ്രത്യേക്ക് പോവുക, സ്ക്വയർ പ്രത്യേക്ക് വരുമ്പോ റൂട്ട് വരും. 441 ഡിവൈഡഡ് ബൈ 400 ഈക്വൽ ടു 1 പ്ലസ് ആർ എന്ന് കിട്ടി. ഈ 441ന്റെ റൂട്ട് കാണണം. എത്രയും ചെയ്ത് നോക്കിയാല് നിങ്ങൾക്ക് 21 കിട്ടും. 21 ആണ്. ഡിവൈഡഡ് ബൈ 400ന്റെ റൂട്ട് 20 ആണ്. ഈക്വൽ ടു 1 പ്ലസ് ആർ കിട്ടും. ഇതെങ്ങനെ കാണാൻ അറിയാലോ? 441ന്റെ റൂട്ട് കാണാനേ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. 4 2 ടൈംസ്, 4 2 ടൈംസ്, സോറി 2 പോവില്ല അല്ലെ, ഓഡ് നമ്പർ ആണ്, 2 പോവില്ല.
അപ്പൊ നമ്മളിത് 3 പോകും നോക്കുക. 3 4 + 4 8 + 1 9 ആണ്. ഇപ്പൊ 3 നോക്കുമ്പോൾ 4 3 1 ടൈംസ് 14 ആണ്. 14 3 4 ടൈംസ് 4 3 12 ബാലൻസ് 2. ഇപ്പൊ 21 7 ടൈംസ്. അപ്പൊ ഇനി വീണ്ടും 7 3 8 4 12 12 3 പോകുന്നുണ്ട്. 12 എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ 3 പോകുമോ നോക്കുക. അത് ഒക്കെ കൂടി ആഡ് ചെയ്താൽ 3ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 പോകും. ഇവിടെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 3 4 പ്രാവശ്യം 27 27 3 9 പ്രാവശ്യം 49. 7ന്റെ സ്ക്വയർ ആണല്ലേ. അപ്പൊ 7 × 7 എന്ന് പറയും. അപ്പൊ ഇതിനെ 441 നമ്മള് 3 × 3 × 7 × 7 എന്ന് പറയുക. √441 എന്ന് പറയുമ്പോൾ ഇതിന്റെ റൂട്ട് വരും. റൂട്ട് എടുക്കുമ്പോൾ രണ്ടെണ്ണത്തിന് പകരം 1 എടുക്കുക. അപ്പൊ 3 × 7 = 21 കിട്ടും. അങ്ങനെയാണ് ഇവിടെ 21 വന്നത് കേട്ടോ. 21 ഡിവൈഡഡ് ബൈ 400ന്റെ റൂട്ട് 20 = 1 + r. അപ്പൊ നമുക്ക് കിട്ടി 1 + r = 21/20. ഇതിൽ നിന്ന് r കാണാലോ. എന്ത് ചെയ്താൽ മതി? r = 1 ഇപ്പുറത്തേക്ക് പോവുക. +1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആവും. അപ്പൊ 21/20 - 1. അപ്പൊ ഇതിനെ ഇങ്ങനെ ചെയ്യാലോ. എന്താണ് ഇവിടെ ബൈ 1 ഉണ്ട്. -1 എന്ന് പറയുമ്പോൾ താഴെ എല്ലാ നമ്പേഴ്സിനും താഴെ ഒരു 1 ഉണ്ടല്ലോ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 21 21 -20 × 1 എന്ന് പറയുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 20 × 1 20. എത്ര വരിക? 21 - 20 എന്ന് പറയുമ്പോൾ 1/20 എന്ന് കിട്ടും അല്ലെ. 1/20. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ആറാണ് നമ്മൾ 100ൽ വേണം കാണാൻ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ 100ൽ എത്ര ആണെന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഇതിനെ 100ലേക്ക് മാറണം. അതായത് ഡിനോമിനേറ്റർ 100ലേക്ക് വരണം. എത്രയോ ഡിവൈഡ് ബൈ 100 എന്നുള്ള രീതിയിലേക്ക് മാറണം. എന്നാലേ നമുക്ക് പെർസെന്റേജ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 20നെ നമ്മൾ 100 ആക്കണം. 20 100 ആണെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ഇൻറ്റു ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം. 20 × 5 ആണ് 100. ഇതിനും താഴെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ശരിയാവുള്ളൂ അല്ലെ. എന്നാലും ഇത് ക്യാൻസൽ ചെയ്താൽ 1/20 തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടി 1/5 ഡിവൈഡഡ് ബൈ 100. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് 5%. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് = 5% ആണ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിലെ ബാക്കി പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിലെ ബാക്കി പ്രോബ്ലംസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലെ ബാക്കി പ്രോബ്ലംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.